Today we are gathered here as part of the C2C program. So today we have a guest, Mr. Sanu Edacheri, to talk about the civil engineering career options in the central government sector. Talking about Mr. Sanu, he completed his BTech in the year 2011 from Government Engineering College Thrissur, and his MTech was from College of Engineering Trivandrum in Water Resource Engineering in the year 2014. Now he is working as a junior civil engineer in the Military Engineering Service, Ministry of Defense. Mr. Sanu, so I welcome Mr. Sanu for being with us here in this session to talk about his experience and views via the session. Over to you, sir. Okay, thank you all. Good evening. First of all, I would like to thank. സനു ഇപ്പൊ വോയിസ് ഇത്രയും കൂടി ഫീബിൾ ആണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ജിഗി സാറിന് നന്ദി പറയാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം തന്നതിന്. നമ്മളിപ്പോൾ ഈ ഗവൺമെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിൽ ഷെയർ ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു ഉപകാരമാവുമല്ലോ എന്ന രീതിയിലാണ് ഞാനിത് അക്സെപ്റ്റ് ചെയ്തത്. എന്തായാലും തുടങ്ങല്ലേ? നമുക്കൊരു ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ പോവാന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാന്. ഓക്കെ, വി ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. ഓൾറെഡി തേർഡ് ടോക്കിലാണ്. ഫസ്റ്റ് ടോക്കും ഇന്ററാക്റ്റീവ് ആയിരുന്നു. സെക്കൻഡ് ടോക്ക് കഴിഞ്ഞ് അവർ ഇന്ററാക്ഷൻസ് ചെയ്തിരുന്നു. സോ ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. Can continue. Can press in the screen. ഇപ്പൊ ഫോർത്ത് ഇയേഴ്സിന് എങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ വരാൻ തുടങ്ങിയോ? ഫോർത്ത് ഇയേഴ്സിന്റെ പ്ലേസ്മെന്റ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. തേർഡ് ഇയർ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ഉണ്ടാവും. ബട്ട് സിവിലില് കുറവാണ് കമ്പാരിറ്റീവ്ലി. സോഫ്റ്റ്വെയർസ് ആണ് കുറെ അധികം പേര് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഈ ഗവൺമെന്റ് സർവീസ് ഒക്കെ എഴുതി വാങ്ങണം, സമയം എടുക്കും കുറച്ച്. അല്ല, ഞാനിപ്പോ പ്ലേസ്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനും സാറൊക്കെ സാറ് LNDയുടെ പ്ലേസ്മെന്റിന് LND വന്നപ്പോഴേ അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് കിട്ടിയിരുന്നു, ദീപക്കിനും എനിക്കും കിട്ടിയിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് അതിന് പ്ലേസ്മെന്റ് വന്നപ്പോഴേ ഞാനും എന്നെയും വിളിച്ചിരുന്നു ഇന്റർവ്യൂവിന്. അപ്പോൾ LND വലിയായിരിക്കും അങ്ങനെയുള്ള ഒരു കിട്ടില്ല എന്നുള്ളൊരു തോന്നലില് നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ അന്ന് ഞാൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും LND കിട്ടിയിരുന്നു അല്ലേ? 5ഓളം പേർ കിട്ടിയിരുന്നു അന്ന് കിട്ടിയിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് ഒരു കുറ്റബോധം തോന്നിയത്. അപ്പൊ അത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ പാഴാക്കാൻ പാടില്ല എന്നാണ് തുടക്കത്തിൽ പറയാനുള്ളത്. കാണാൻ പറ്റില്ല സ്ക്രീന്? കാണാം, ക്ലിയർ ആണ്. സനൂപ് മൈക്ക് അടുത്ത് പിടിച്ചെത്തിയോട് വോയിസ് ഉണ്ടാവും. ഇത്തിരി സ്പെഡഡ് ആണ്. അഞ്ജു, എവറിത്തിങ് ഇസ് ഫൈൻ? വോയിസ് സർ, സനു സാറിന്റെ വോയിസ് കുറച്ചുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ബെറ്റർ. അപ്പോൾ നമ്മളിന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കരിയർ ഓപ്ഷൻ ഇൻ സെൻട്രൽ ഗവൺമെന്റ് സെക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതിന് തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാധാരണ പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോലി മിക്കവരും പ്രിഫർ ചെയ്യുന്നത് എന്നത് വെച്ചാൽ, ഒന്നാമത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, പിന്നെ എൻ്റെ ഫ്രണ്ട്സും പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ജോലി ഒരു പെർമനന്റ് ജോലി ആയിരിക്കും. നിങ്ങൾക്കറിയായിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് ടൈമാണ്. നമ്മുടെ രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകുന്നു, പിന്നെ വൈകുന്നേരം 5 മണിക്ക് വരുന്നു. അങ്ങനെയുള്ള ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടൈം കിട്ടും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പ്രിപ്പയർ ചെയ്യാനും വേറെ എന്തെങ്കിലും വേറെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോലും നമ്മുടെ ഗവൺമെന്റ് ജോലിയിൽ കയറിയിട്ട് നിരവധി
ആൾക്കാർ വേറെ ജോലികളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ മാത്രമല്ല അങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ഹോബി അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആകുമ്പോൾ ഇന്ത്യയിൽ എവിടെ വേണേലും പോസ്റ്റ് കിട്ടാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഡിഫറെൻറ്റ് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലിയാണ് ബെറ്റർ. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴേ നിങ്ങളുടെ പിന്നെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ പിന്നെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള നിങ്ങൾ പിന്നെ ആ ടൈം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് പല സ്ഥലത്തും പ്രഷർ വരും. നിങ്ങളുടെ ഫാമിലി ആയാലും റിലേറ്റീവ് ആയാലും നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു ജോലി കിട്ടിയില്ലല്ലോ എന്നുള്ള. അപ്പം അതിന് മുന്നേ ഇപ്പോഴേ ഒരു സൈഡായിട്ട് ഗവൺമെന്റ് ജോലി ട്രൈ ചെയ്തത് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹലോ? യെസ് സർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കരിയർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ 5 ഓപ്ഷനാണ് മെയിനായിട്ട് വരുന്നത്. SSC, UPSC, പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, പിന്നെ PSU, പിന്നെ മറ്റുള്ള സെൻട്രൽ ഏജൻസീസ്. ഇങ്ങനെ 5 തരം ഇതിലാണ് പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു പോവാം, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്യണം എന്നല്ല. ഫസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് SSC വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം CHSL, CGL ഒക്കെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ബന്ധമില്ലെങ്കിൽ പോലും മെയിനായിട്ടുള്ള എക്സാം ഒക്കെയാണ് CPO. ഇതിൽ വരുന്നത് മെയിനായിട്ട് ജൂനിയർ എഞ്ചിനീയർ സിവിലാണ്. അതിൽ ഒരു 8 ഓർഗനൈസേഷനിലാണ് നമുക്ക് ജോലി കിട്ടിയാൽ നമ്മുടെ അപ്പോയിൻമെന്റ് കിട്ടുക. BRO, CPWD, പിന്നെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ, CWC, FDP, MESC, MTR. ഇത്രയും സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് SSC JE വഴി നമുക്കൊരു പോസ്റ്റിംഗ് കിട്ടുന്നത്. ഇതിൽ തന്നെ അഥവാ നിങ്ങളുടെ SSCക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെൻട്രൽ CPWDയും CWCയും MESും ഓപ്ഷനായിട്ട് പ്രയോറിറ്റി ആയിട്ട് വെക്കുക. കാരണം അതിലാണ് നമുക്ക് പെട്ടെന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. MESന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മിലിറ്ററി എഞ്ചിനീയർ സർവീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ബെനിഫിറ്റ്സ് ലൈക്ക് എയർ ടിക്കറ്റ് ഒക്കെ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നമ്മുടെ താമസിക്കുന്നത് ഡിഫൻസിൻ്റെ കൂടെയാണ്, നല്ല അക്കോമഡേഷൻ കിട്ടും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് MESൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. JE അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ SSC ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് വരുന്നത് BTech ആണ്. BTech അല്ലെങ്കിൽ ഡിപ്ലോമ പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസ് വരുന്നത് BROയിലും MESലുമാണ്. പിന്നെ ബാക്കിയുള്ളത് CPWD പോലുള്ളതിൽ ഡിപ്ലോമയാണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഏജ് റേഞ്ച് വരുന്നത് എനിക്ക് തോന്നുന്നു 20 റേഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 10 വർഷത്തോളം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. ബട്ട് CPWDയും CWCയും, അതായത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റും വാട്ടർ കമ്മീഷനും 32 ഇയർ വരെ നിങ്ങൾക്ക് എക്സാം എഴുതാം. പിന്നെ ഏജ് റിലാക്സേഷൻ നോർമൽ, അത് അപ്ലിക്കബിൾ ആണ്. സെലക്ഷൻ പാറ്റേൺ പിന്നെ പേപ്പർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതിൽ ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, അവയർനെസ് 100 മാർക്സ് ആണ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ടാവും. അതിൽ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, സർവേ പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പേപ്പർ 1 വരുന്നത്. പിന്നെ പേപ്പർ 1 പാസ്സായി ഒരു കട്ട് ഓഫ് വെച്ചിട്ടാണ് പിന്നെ പേപ്പർ 2 വിളിക്കുന്നത്. മുമ്പേ പേപ്പർ 1 പേപ്പർ 2 ഒരുമിച്ചാണ്. പേപ്പർ 2 വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ലൈക്ക് ഡിസൈൻ വരും, കോളം ഡിസൈൻ, സ്ട്രക്ചറൽ ഡിസൈൻ, ടീം ഡിസൈൻ, അങ്ങനെയൊക്കെ വരും. ഞാനൊക്കെ പിന്നെ
എൻ്റെ ടൈമിലൊക്കെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്റർവ്യൂ ഇല്ല. ഇത് ഗ്രൂപ്പ് BC പോസ്റ്റുകളിലൊന്നും ഇപ്പോൾ ഇന്റർവ്യൂ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും വളരെ കോമ്പറ്റീഷനാണ്. കാരണം നിറയെ സിവിൽ എഞ്ചിനീയേഴ്സാണ് ഓരോ വർഷവും വരുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ട് നല്ല. ഇതിലിപ്പോൾ SSC സിവിലിൽ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. ലെവൽ 6 ആണ്. ബേസിക് പേ 35,000 അപ്രോക്സിമേറ്റ്ലി 60,000 ഇൻ ഹാൻഡ് മെയ്ഡ്, നോട്ട് ഇൻ ഹാൻഡ് ഗ്രോസ്. പിന്നെ കരിയർ ഗ്രോത്ത് വരുന്നത് പ്രൊമോഷൻ ടു അസിസ്റ്റന്റ് എഞ്ചിനീയർ, പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആ ഒരു ലെവലിലാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി സിവിൽ എഞ്ചിനീയറായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടീസ് വരുന്നത് ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. പ്ലാനിങ്, എസ്റ്റിമേഷൻ വർക്കുകൾ വരും. ഓരോ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പ്ലാൻ ചെയ്യുക, അതിൻ്റെ എസ്റ്റിമേഷൻ വർക്ക്, പിന്നെ സൂപ്പർവിഷൻ വർക്ക്. രണ്ട് തരത്തിലാണ്. ന്യൂ കൺസ്ട്രക്ഷൻ വരും, അല്ല മെയിൻ്റനൻസ് വർക്ക് വരും. അതിൻ്റെ ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. കൺസ്ട്രക്ഷൻ വർക്ക് ആകുമ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബ്രിക്ക്, പിന്നെ സിമെൻറ്റ്, ഇതൊക്കെ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുക. ലൈക്ക് ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ടെസ്റ്റ്, പലതരം ബ്രിക്ക് ടെസ്റ്റ്, അതൊക്കെ ചെയ്യുക. പിന്നെ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് എല്ലാത്തിനും എല്ലാം മറ്റേ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഉണ്ടാവും. നിറയെ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് അത് മെഷർമെൻറ്റ് ചെയ്യുക, പിന്നെ ബില്ല് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മുടെ ആരോ ഓഫീസർ അസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള ഒരാൾ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്നത് UPSC വഴിയാണ്. അതായത് SSCനെക്കാട്ടും ഹയർ ആയിട്ടുള്ള പോസ്റ്റുകളാണ്, ഗ്രൂപ്പ് A പോസ്റ്റുകളാണ് UPSCയിൽ വരുന്നത്. അതിൽ സിവിൽ സർവീസ് എക്സാം നിങ്ങൾക്ക് അറിയായിരിക്കും. അത് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്. ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ NDA, പിന്നെ എഞ്ചിനീയർ സർവീസ് എക്സാം, പിന്നെ CDSE കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം, പിന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാം, പിന്നെ മറ്റുള്ള സിവിൽ എഞ്ചിനീയർ വേക്കൻസീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിൽ വരുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് CDSE. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്നറിയില്ല. CDSE നമുക്ക് 5 അക്കാദമീസിലാണ് CDSE വിളിക്കുന്നത്. IMA, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ്, പിന്നെ OTA. അപ്പോൾ ഇതിൽ തന്നെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് 19 to 25 ഇയേഴ്സാണ്. എയർഫോഴ്സ് ആകുമ്പോൾ 20 to 24. ഇത് ഞാനെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ അക്കാദമീസിലും ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. ബട്ട് ഇന്ത്യൻ നേവിയിൽ മാത്രമാണ് BTech വരുന്നത്, മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഇതിൽ നല്ലത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം CDSEൻ്റെ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് CDSE BTech വഴി കയറി കഴിഞ്ഞാൽ, പിന്നെ മെയിനായിട്ട് നേവി ആയതുകൊണ്ട് പെട്രോസിറ്റീസിലാണ് പോസ്റ്റിൽ നിൽക്കുക. പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സിവിലാണോ മെക്കാനിക്കലാണോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രാഞ്ച് യൂണിറ്റിനനുസരിച്ച് നിങ്ങൾ ഡ്യൂട്ടി ഉണ്ടാവും. മെയിനായിട്ട് സെയിലേഴ്സിനെ ലീഡ് ചെയ്യുക, പിന്നെ നല്ല ചലഞ്ചിങ് വർക്കായിരിക്കും. പിന്നെ അവർ നിങ്ങളുടെ വേണമെങ്കിൽ MTechനൊക്കെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് അവർ അയക്കും. അങ്ങനെയുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യൻ നേവിക്ക് ഏരിയയിൽ. പിന്നെ പ്രൊമോഷൻ റാങ്കൊക്കെ എന്ന് വെച്ചാൽ സാധാരണ ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് കയറുക. പിന്നെ അങ്ങനെ പ്രൊമോഷൻ വരും ഓരോ 2, 3, 4 വർഷം കൂടി വരും. പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്നത് ESC ആണ്, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം. ESC കയറിയിട്ടാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് വരുന്നത്. ഇതിന് വരുന്നത് ഗ്രൂപ്പ് A പോസ്റ്റുകളാണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇതാണ് പോസ്റ്റാണിത്. അതായത് IASന് ഈക്വലൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ESCയിൽ വരുന്നത്. ഇതിലാകുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മോസ്റ്റ് റെപ്യൂട്ടഡ് ജോബാണിത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ, നമ്മുടെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നത് ESC പാസ്സാവുന്നവരാണ്. ഇതിൽ വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 21, 30 ആണ്. 2 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം വരുന്നത്.
ഒന്ന് സ്റ്റേജ് 1 പ്രിലിമിനറി ഒബ്ജക്റ്റീവ് ടൈപ്പ്. അതിൽ പേപ്പർ 1 ഉണ്ടാവും, പിന്നെ പേപ്പർ 2. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാവും. പേപ്പർ 2 സിവിൽ എഞ്ചിനീയറിംഗ് 300 മാർക്കിൻ്റെ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ്, അതിൽ 2 സിവിലാണ്. അതിന് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഇതിൽ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, പേപ്പർ 1 സിലബസ് വേറെയാണ്, പേപ്പർ 2 സിലബസ് വേറെയാണ്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിൽ പോസ്റ്റ് വരുന്നത് ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റാണ്. പേ മാട്രിക്സിൽ ലെവൽ 10 ആണ്. അപ്രോക്സിമേറ്റ്ലി ഗ്രോസ് സാലറി 90,000 വരും. പിന്നെ കരിയർ ഗ്രോത്ത് വരുന്നത് നമ്മൾ ഫസ്റ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് വരും. പിന്നെ നമ്മൾ അത് കയറി ഡയറക്ടർ ജനറൽ വരെ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ട്. ഇത് മെയിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് PRO, CPWD, മോർത്ത്, PWC, MES, പിന്നെ IOFS തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു IES വഴി കയറുന്നത് മെയിനായിട്ട്. പിന്നെ ബെനിഫിറ്റ്സ് യൂഷ്വലി ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ബട്ട് IAS കയറുമ്പോൾ നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള നല്ല വീടും പിന്നെ വെഹിക്കിള്, മറ്റുള്ള അലവൻസ്, മറ്റുള്ള കാര്യങ്ങൾ, ഡ്രൈവർ, ക്യൂണ് എല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട് അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട്. കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവുന്നു, പിന്നെ SC, പിന്നെ ചീഫ് എഞ്ചിനീയർ, അങ്ങനെ നല്ല കരിയർ ഗ്രോത്തുള്ള പോസ്റ്റാണ് IES ആയിട്ട് വരുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ IES എന്ന് പറയുമ്പോൾ നമ്മുടെ ഗേറ്റ് പോലും അല്ലെങ്കിൽ മറ്റേ സാധാരണ BTech ലെവൽ എക്സാം പോലെയല്ല, നല്ല പ്രിപ്പറേഷൻ വേണം. ഒന്നാമത് നമ്മുടെ സിലബസ് സ്റ്റഡി ചെയ്യാൻ നന്നായിട്ട്, പിന്നെ അതിൻ്റെ എക്സാം പാറ്റേൺ പഠിക്കുക, പിന്നെ നമ്മുടെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, പിന്നെ നമ്മുടെ സെലക്ഷൻ സ്റ്റഡി മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. ഏതാണ് ADC ആണോ IS മാസ്റ്റർ ആണോ എന്നുള്ള നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു നോട്ട്സ് ഉണ്ടാക്കുക, ഒരു സിമ്പിളായിട്ട് ഒരു വലിയ ബുക്കിൽ നോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ വർഷവും നോട്ട് ചെയ്യുന്ന ഒരു മൊത്തത്തിൽ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് എക്സാമിന് സമയത്ത് റിവൈസ് ചെയ്താലും മതി. പിന്നെ IAS പറ്റുമെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ നിറയെ ചെയ്യുക, റിവിഷൻ ചെയ്യുക. കാരണം റിവിഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അത് റിവൈസ് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു 20 years പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ IAS ആയാലും SSC ആയാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരാം. പിന്നെ IAS ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി റിപ്പീൻ ഫോക്കസ് ചെയ്തിരിക്കുക എന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് മെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് SSCയും UPSCയും കഴിയുമ്പോൾ പിന്നെ RRB ആണ് വരുന്നത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ 2 തരം പോസ്റ്റാണുള്ളത്. ഒന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ. സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഈ അടുത്ത കാലത്ത് വരെ പിന്നെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ വരുന്നത് ഇത്തരം കാറ്റഗറിയിലാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിംഗ് വരിക. ബ്രിഡ്ജ്, ബോൺസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ്. ഇപ്പോൾ ഒരു സീനിയർ സെക്ഷൻ എഞ്ചിനീയർ കയറിയാൽ അത് IAS ഇക്വലന്റ് ആയിട്ട് വരുന്നൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ തന്നെ ഗവൺമെന്റിന് 50% ഷെയർ കൂടുതലുള്ള കമ്പനികളാണ് PSU എന്ന് പറയുന്നത്. അതിൽ തന്നെ മഹാരത്ന, നവരത്ന, കമ്പനികളുണ്ട്.
അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന പി എസ് യു ആണ് മഹാരത്ന പി എസ് യുസ്. അറൗണ്ട് 11 മഹാരത്നുണ്ട്. അതായത് 25,000 crore ടേൺ ഓവറിൽ കൂടുതൽ വരുന്ന ഡൽഹി, ബി പി സി എൽ, ഗെയിൽ പോലുള്ള കമ്പനികൾ. പിന്നെ മീഡിയം റേഞ്ചിലുള്ള നവരത്ന, പിന്നെ മീൻരത്ന, അതായത് BSNL, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതൊക്കെ നിങ്ങൾ വരുന്നതാണ്. ഇതിൽ 2 തരം റിക്രൂട്ട്മെന്റ് ആണ് പി എസ് സിയിൽ വരുന്നത്. ഒന്ന് നമ്മുടെ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് അവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് എക്സാം നടത്തിയിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് വരുന്നതുണ്ട്. ഗേറ്റ് സ്കോർ ആകുമ്പോൾ പ്യുവറായിട്ട് നിങ്ങളുടെ ഗേറ്റ് മാർക്കിനെ വെച്ചിട്ടാണ് അവരെടുക്കുക. മറ്റേതാണ് എക്സാം ഉണ്ടാവും. അതിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, HPCL, IOCL, NFL, NLC, ONGC ഇത്രയും ഡിപ്പാർട്ട്മെന്റാണ് ഗേറ്റ് സ്കോർ വെച്ച്, സിവിലിന്റെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് സെലക്ഷൻ ചെയ്യുന്നത്. ഗേറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ നല്ല ഹൈ സ്കോറുള്ള ആൾക്കാർക്കാണ് പൊതുവെ ഇതിലേക്ക് ഇന്റർവ്യൂവിൽ കോൾ വരാറ്. പിന്നെ ഇതില് മിനിമം അഗ്രിഗേറ്റ് റിക്വയർഡ് എല്ലാം ഒരു 60-65 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് 26, 27. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5-6 ഓരോ വർഷം എക്സാം വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1-2 വർഷം കൂടുമ്പോഴാണ് ഇത് വിളിക്കാറ് ഓരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ 2-3 തവണ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ OBC, SC, ST ഉള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. എന്നാൽ പോലും ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് തുടങ്ങാം ഈ എക്സാമൊക്കെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് എക്സാം സാലറി അറൗണ്ട് 10-15 lakh വരും പെർ ആനം. ഞാനിപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും IOCലും ഒരു എക്സാം വിളിച്ചിട്ട് എന്തൊക്കെ റോൾസ് എന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, എയർപോർട്ട് അതോറിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് പുതിയ ബിൽഡിംഗ് വർക്ക്, റൺവേ വർക്ക്, എയർപോർട്ട് ടാക്സി വർക്ക്, ടെർമിനലിന്റെ ബിൽഡിംഗ്, ടെർമിനൽ കൺസ്ട്രക്ഷൻ, അതിന്റെ മെയിൻ്റനൻസ് ഇതൊക്കെയാണ്. അതേപോലെ IOCL ആകുമ്പോൾ IOCL അണ്ടറിൽ ഏതൊക്കെയാണോ ബിൽഡിങ്സ് വരുന്നത്, സ്ട്രക്ചേഴ്സ് വരുന്നത്, അതൊക്കെ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ആണ് വരുന്നത്. ഇതുപോലെ തന്നെ എല്ലാ PSCയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിനനുസരിച്ചുള്ള ഡ്യൂട്ടീസ് ആണ്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തൊക്കെയാണോ ബെനിഫിറ്റ്സ് വരുന്നത് അതൊക്കെ PSCയിലും വരുന്നുണ്ട്. PSCയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ എക്സാം അല്ല, എല്ലാം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഡിഫറെൻറ്റ് എക്സാം ആയതുകൊണ്ട് ഓരോ വെബ്സൈറ്റും ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കരിയർ പേജിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം, അതിൻ്റെ രജിസ്റ്റർ ചെയ്യാം, ലോഗിൻ ചെയ്യാം. പിന്നെ ഗേറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് ആണ് മെയിൻ ചെക്ക് ചെയ്യേണ്ടത്, പഠിക്കുക സിലബസ്. പിന്നെ ഗേറ്റ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ടാവും, ഏതാ റെഫറൻസ് ബുക്ക്, നിങ്ങൾ പഠിക്കുന്ന ബുക്ക് തന്നെ റെഫർ ചെയ്താലും മതി. പിന്നെ NPTEL വീഡിയോ കാണാം. NPTEL വീഡിയോ ആകുമ്പോൾ IIT പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ആണ്. അപ്പോൾ മറ്റുള്ള യൂട്യൂബ് വീഡിയോ പോലെയല്ല, നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതിൽ കിട്ടുക. അല്ലെങ്കിൽ അവരെ കോഴ്സോ എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം. പറ്റുമെങ്കിൽ സ്വന്തമായി പഠിക്കാം, പറ്റുമെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ കേട്ടിന് വേണ്ടിയിട്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് വരുന്നത് അതർ സെൻട്രൽ ഏജൻസീസ് വഴിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ലൈക്ക് DRDO, ISRO, PARC, ICF, BIS. ഇതിലൊക്കെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള സിവിൽ എഞ്ചിനീയർ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു 5 മെത്തേഡ് വഴി സിവിൽ എഞ്ചിനീയർക്കുള്ള കരിയർ ഓപ്ഷൻ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ജു പ്ലീസ് മാനേജ്. സ്റ്റുഡൻസിന് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം ചാറ്റ് ബോക്സിൽ.
ഹലോ, എക്സ്ക്യൂസ് മീ സർ. യെസ്. സർ, PSUന് അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു സ്ലൈഡ് ഉണ്ടായല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. അതായത് നമ്മുടെ ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമാണ്. മറ്റുള്ള വെബ്സൈറ്റോ ഏജൻസികളൊന്നുമില്ല. ഇതിൽ സിവിൽ എഞ്ചിനീയർ ജോബ്സ് വരുന്നത് ഒരു കരിയർ പേജ് ഉണ്ടാവും. അതിൽ തന്നെ കരിയർ പേജിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയർ സെർച്ച് ചെയ്താൽ സിവിൽ എഞ്ചിനീയർ ജോബ്സ് അതിൽ വരും, പല പോസ്റ്റുകൾ. അത് എല്ലാ വർഷവും ഉണ്ടാവണം നിർബന്ധമില്ല. കഴിഞ്ഞ ലാസ്റ്റ് 2019 ഉണ്ടായിരുന്നത് സിവിൽ എഞ്ചിനീയറുടെ റിക്രൂട്ട്മെന്റ്. പിന്നെ അതിൽ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ രജിസ്റ്റർ ചെയ്തിടുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക. അതൊക്കെ തന്നെ പ്രശ്നമാണ്. ഓക്കെ സർ. നിങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും എക്സാം SSC ഒക്കെ ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ? എക്സാം ഏതെങ്കിലും ഹയർ സെക്കൻഡറി ലെവലൊക്കെ എക്സാം എഴുതിയ ആൾക്കാരുണ്ടോ അതിനകത്ത്? യെസ് സർ. ഓക്കെ. നിങ്ങൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയർ സർവീസ് എക്സാം തന്നെ ടാർഗറ്റ് ചെയ്യുക. കാരണം ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബാണ്. IAS ഇക്വലൻ്റ് ആയിട്ടുള്ള ജോലിയാണ്. അറ്റ്ലീസ്റ്റ് USCക്ക് ട്രൈ ചെയ്താൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് SSC എങ്കിലും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. സർ, ഇപ്പോ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ R&D വിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്ത് സിവിൽ എഞ്ചിനീയേഴ്സിന് ചാൻസ് ഉണ്ടോ? R&D വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മുടെ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻസ് ചോദിക്കും. അല്ലെങ്കിൽ PA എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് വരുന്നത്. പിന്നെ വർക്ക്സ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് വർക്ക്സ്, റെയിൽവേയുടെ ബിൽഡിങ്. അതിൽ തന്നെ ഡ്രോയിങ് ഉണ്ട്, സിവിൽ എഞ്ചിനീയർ ഡ്രോയിങ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ R&D എന്നുള്ള കാറ്റഗറി ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ച് ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചിരുന്നത്? നമ്മുടെ ജോലിക്ക് കയറിയതിനു ശേഷം നമുക്ക് റിസർച്ചിന് പോകാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല സർ, ഇപ്പോ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എന്താ പറയാ, മിലിറ്ററി റിസർച്ച്, റിലേറ്റഡ് റിസർച്ച്, അങ്ങനത്തെ എന്തെങ്കിലും. R&D ഇതിൽ വരുന്നുണ്ട്. റെയിൽവേയിലാണ് മെയിനായിട്ട് ജൂനിയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയറോ വരുന്നത്. R&D എന്നുള്ളൊരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. സർ, DRDOയിലേക്കൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സിന് ചാൻസ് എങ്ങനെയാണ്? DRDO ഉണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞത്. DRDOയുടെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഡിഫൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്വിപ്മെന്റ്സും വെപ്പൺസ് അങ്ങനത്തെ കാര്യങ്ങളാണ് DRDOയിൽ വരുന്നത്. അതിൽ റിസർച്ച് റിലേറ്റഡ് ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് സയന്റിസ്റ്റ് B എന്നുള്ള കാറ്റഗറിയിലാണ്. അത് എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് ഉണ്ടാവാറില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ജോലി മുമ്പൊക്കെ എന്ന് വെച്ചാൽ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് ഉണ്ടാവാറില്ല. ഇപ്പോൾ 2 വർഷം കൂടുമ്പോഴും 3 വർഷം കൂടുമ്പോഴാണ് റിക്രൂട്ട്മെന്റ് വരാറ്. ഈ സെൻട്രൽ ഏജൻസി, ഇതൊക്കെ സെൻട്രൽ ഏജൻസീസ് ആണ്. റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ
ഇതൊക്കെ ഫോളോ ചെയ്യുക എന്നാണ്. ഓരോ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ ഏതെങ്കിലും മാഗസീന് മേടിക്കുക, അതൊക്കെ തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നാണ് മെയിനായിട്ട് വരിക. ഇൻ്റർവ്യൂവിലൊക്കെ അതാണ് മെയിനായിട്ട് ചോദിക്കുക. എന്താണ് പ്രോജക്റ്റ് ചെയ്തത്, മിനി പ്രോജക്റ്റ് എന്താണ് ചെയ്തത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. എന്നോടൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിച്ചത് പ്രോജക്റ്റ് എന്താ ചെയ്തത്, പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, കാര്യങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. ഇൻ്റർവ്യൂക്ക് അതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുക. So, any more questions? സർ വൺ മോർ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. Yeah. ഹലോ സർ. സർ, CDSE എക്സാം എഴുതിയതിന് ശേഷം നമ്മൾ SSBക്ക് മുന്നിൽ ഹാജരാണോ? SSB സ്റ്റാഫ് സെലക്ഷൻ ബോർഡിന് മുന്നിൽ. CDSE കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം ഇല്ല, അത് നമ്മുടെ എക്സാം എഴുതിയിട്ട് നമ്മുടെ SSBയുടെ മുന്നിലല്ല പോകുന്നത്. നമ്മുടെ നേരെ അക്കാദമിയിൽ ട്രെയിനിങ്ങിനാണ് പോകുന്നത്. നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുവഴിയാണ് അക്കാദമി ആ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് വരുന്നത്, ജോയിൻ അപ്പോയിൻമെന്റ് ലെറ്റർ വരിക. SSB എന്ന് പറയുമ്പോൾ NDA വഴി SSB വഴി പോകുന്നത് വേറെ. NDA വഴി മാത്രമല്ലോ അല്ലേ SSB? ഇത് CDSE ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ബിടെക് കഴിഞ്ഞ് എട്ടക്ക് കഴിഞ്ഞിട്ട് MES കയറിയപ്പോഴാണ് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ആ റേഞ്ചിലുള്ള ആൾക്കാരോ ഒക്കെ CDSE വഴി കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും അറിയുന്നത്, ഇതിന് നിങ്ങൾക്ക് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടത്. ഓക്കെ സർ. ഓക്കെ സർ. Okay. Any more questions? ചെയ്യുന്നുണ്ടോ ആരെങ്കിലും IES ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? 4th years ഒക്കെ? I don't think so, because അവരിപ്പോൾ തന്നെ അവരുടെ സിലബസ് പഠിച്ചു തീരാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇത്തിരി ഹെവി ലോഡർ ആണ്. പിന്നെ ഫസ്റ്റ് ടോക്ക് നമുക്കുണ്ടായിരുന്നത് കേരള ഗവൺമെന്റ് സർവീസ് ആയിരുന്നു. അതിന്റെ ഡിഫറെന്റ് ജോബ് ആസ്പെക്ട്സ് ആയിരുന്നു. അപ്പൊ സ്റ്റുഡൻസ് ബീങ് ഇൻ കേരള, അവർക്ക് PWD ഇറിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല അത്യാവശ്യം ഒരു നോളജ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റി. ബട്ട് സെൻട്രൽ ഗവൺമെന്റിനെ പറ്റി പറയുമ്പോൾ അത്രയും ഇപ്പൊ പറഞ്ഞിട്ടുള്ള പല ജോബ് ടൈറ്റിൽസ് അവർക്ക് അത്രയും ഫെമിലിയർ അല്ല, ഐ എം ഷുവർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആദ്യമായിട്ട് ആയിരിക്കും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് സെൻട്രൽ ഗവൺമെന്റിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളത്. ഷുവർ. വൺ മോർ തിങ്, സനൂപ് പറയുന്ന പോലെ ആദ്യം ഇപ്പോൾ ലൈക്ക് ഐ ഗോട്ട് പ്ലേസ്ഡ്. അപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയില്ല ഇന്ത്യയിൽ, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പൊ സിവിലിനെ പറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പറയുമ്പോഴും പലരും പറയുന്നത് പ്ലേസ്മെന്റ് തീരെയില്ല. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രീനെ പറ്റി അത് മെഷർ ചെയ്യുമ്പോൾ അത് പ്ലേസ്മെന്റ്സ് മാത്രമല്ല, ബിയോണ്ട് ദാറ്റ് ഇപ്പൊ നമ്മുടെ ശരിക്കും ഒരു ജോബ് അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും ട്രഷർ ഇരിക്കുന്നത് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണ്. ക്യാമ്പസ് വിട്ട് നിങ്ങൾ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഗവൺമെന്റ് ജോലി സാധ്യതകളുള്ളത് സിവിലിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ഡിപ്പാർട്ട്മെന്റിനും ഇത്രയധികം ഓപ്ഷൻസ് അവകാശപ്പെടാനില്ല. അത് റിയാലിറ്റിയാണ്. ഇപ്പൊ തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ സനൂപ് പറഞ്ഞത് ഒരുപാട് ലിസ്റ്റാണ്. ഇത്തരം ലിസ്റ്റ് ഒന്നും CSR കിട്ടില്ല. CS അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ജോബ്സ് എല്ലാം സോഫ്റ്റ്വെയറിൽ സെൻട്രലൈസ്ഡ് ആണ്. അതാണ് അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പ്ലേസ്മെന്റ്സിലേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ഏരിയ അതല്ല. നമ്മുടെ ഏരിയ നമുക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് കയറി നല്ല റെസ്പെക്ട്ഫുൾ പൊസിഷനിൽ ഇരിക്കാനും അതുവഴി നമുക്ക് പബ്ലിക്കിന് സെർവ് ചെയ്യാനും പറ്റിയ നല്ലൊരു ഡിഗ്രി തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ടോക്ക് നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ വളരെ യങ്ങാണ്. മേ ബി സെക്കൻഡ് ഇയർ തേർഡ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് ഡിഗ്രി പഠിച്ച് പകുതി എത്തിയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നല്ലൊരു അവയർനെസ് തരിക എന്നുള്ളതാണ്. അത് സനൂപ് നന്നായിട്ട് പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുക, ഇതെല്ലാം നിങ്ങൾ കണ്ടു. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്യുക, ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത്
കൂടുതൽ അറിയുക. ആൻഡ് പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു റിയാലിറ്റി തന്നെയാണ്. കാര്യം നമ്മൾ കോഴ്സ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെയും പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിലേസ് വരും. കാര്യം എംടെക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് വിൽ ഗോൺ. സോ ഇപ്പോൾ ഒരു അവയർനെസ് മനസ്സ് സൂക്ഷിക്കുക. ആൻഡ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് കുറെ അധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ ജിഗിൽ സാറിന് കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഐ ക്യാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ഒന്ന് പറയാവോ സനൂപെ? 9895 83 17 sorry just a minute 831747. ഓക്കെ, ഞാനത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുമ്പോൾ യു ക്യാൻ കോൾ ഹിം ഓർ ഈവൻ ഇമെയിൽ ഹിം ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ്. ഇമെയിലും കൊടുക്കുക വേണമെങ്കിൽ സനൂപ്, സോ ദാറ്റ് യു ക്യാൻ വിൽ ബി കംഫർട്ടബിൾ. They can write in detail to you. Yeah, he posted the email. So doubts ആർക്കെങ്കിലും ഉണ്ടോ ഇനി? ഗവൺമെന്റ് സർവീസിൽ എന്ന് പറയുമ്പോൾ ജോബ് എന്നതിലപ്പുറം ഒരു സർവീസ് ആയിട്ടാണ് സാധാരണ കൺസിഡർ ചെയ്യുന്നത്. ഒരു ജോബ് പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോൾ ജോബായിട്ടിരിക്കും. ഇതൊരു നമ്മുടെ രാഷ്ട്രത്തിന് സർവീസ് ചെയ്യുന്ന ഒരു ഇതാണ്. ആ ഒരു രീതിയിലാണ് ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്. അതെ അതെ, ഈവൻ ഫസ്റ്റ് ടോക്കിൽ സുബിൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ബിടെക് കോഴ്സ് നിങ്ങൾ പേ ചെയ്യുന്ന ഫീസ് വളരെ ചെറിയ എമൗണ്ട് ആണ്. ഇതെല്ലാം തന്നെ പബ്ലിക് മണിയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതും പബ്ലിക്കിന്റെ ആ ഒരു ഷെയർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ് നിങ്ങളും തിരിച്ച് പബ്ലിക്കിന് സെർവ് ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് സർവീസ് എന്നതിനേക്കാൾ അപ്പുറം നിങ്ങളുടെയും പൊസിഷൻസ്, ഹൈലി പൊസിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാനും പറ്റുന്ന കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ ചിന്തിക്കുക, അതിലേക്ക് പ്രയത്നിക്കുക. സോ any more questions or shall we wind up? So I invite Arjun of S5A batch to propose the vote of thanks. Good evening, everyone. I take this opportunity to wholeheartedly thank Mr. Sanup sir for taking his time out from his work schedule to be a part of the C2C alumni talk series hosted by the Civil Engineering Department of GC Thrissur. I'm sure that our understanding on civil engineering as a subject and also as a profession has been greatly enhanced during the course of this interaction. And we thank you, sir, for spending time with us, sharing all your invaluable experience with us. And I would also like to thank Jikhil sir for hosting this, for taking initiative to host this alumni talk series. And to all the participants present here, I'm sure that all your queries have been attended and to a great extent. And thank you. Thank you, sir. Yeah, so thank you Sanup. ഞാൻ പറഞ്ഞപ്പോൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ സനൂപ് അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ ക്ലാസ്മേറ്റും ഹോസ്റ്റൽ മേറ്റും എല്ലാം ആണ് സനൂപ്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷന് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഈ ഒരു ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒരു ക്ലാസ് എടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സനൂപ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, sir.